ചെകുത്താന്റെ എപ്പിസോഡ് 12ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാലിക്കിന്റെ അടുത്ത് പോകുന്ന കബാലി നിക്കിക്ക് എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ട്, നിക്കിയെ കൊണ്ട് നമുക്ക് ഒരു ഉപയോഗമില്ല എന്ന് കബാലി പറയുന്നത് കേൾക്കുന്ന മാലിക്, നിക്കി എന്റെ പ്രിയപ്പെട്ടവളാണ്, നിക്കി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ എനിക്ക് ഭരിക്കാൻ കഴിയുമെന്ന് മാലിക് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന കബാലി ദേഷ്യം മുഖത്ത് നിന്ന് മാറ്റിയിട്ട് മാലിക്കിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം, എന്നാലും നിക്കിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതാണ് എന്ന് കബാലി പറയുന്നത് കേൾക്കുന്ന മാലിക് ഒന്നും മിണ്ടരുതെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് എനിക്ക് നിക്കിയെ കുറിച്ച് ഒന്നും അറിയണ്ട, എന്റെ പേരാണ് നിക്കിയുടെ കയ്യിൽ എഴുതിയിരിക്കുന്നത്, നിക്കി ഇപ്പോൾ എന്റേതാണ്, എനിക്ക് നിക്കിയുടെ കൈ കൊണ്ടുണ്ടാക്കി ചെകുത്താൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കബാലിയോട് പറയുകയാണ് മാലിക്. അത് കേൾക്കുന്ന കബാലി നിക്കിയോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം പാലസിൽ രജനിയെ കുറിച്ച് ഒരു വിവരം കിട്ടാത്തത് കൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ അവിടെ വരുന്ന ഭവാനി ഗ്രാമത്തിലെ എല്ലായിടത്തും നോക്കി ഒരിടത്തും രജനിയെ കണ്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന പീയൂഷിന്റെ അച്ഛൻ വയലന്റ് ആവുകയാണ്. ആ നക്ഷത്രത്തിലെ പെൺകുട്ടിയെ ഇനി എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് കബാലി വരികയാണ്. കബാലിയെ കണ്ട് എല്ലാവരും അടിമകളെ പോലെ മുട്ടുകുത്തി ഇരിക്കുകയാണ്. മറുവശത്ത് പീയൂഷ് നിക്കിയോട് രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങി പോയത് എന്തിനാണെന്ന് ചോദിച്ച് വഴക്ക് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി രജനിയുടെ പുറകെ പോകാൻ ശ്രമിച്ചതും മാലിക്കിനെ നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹവും പറയുമ്പോൾ നിക്കിയോട് ദേഷ്യപ്പെട്ടിട്ട് പീയൂഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ സമയം കബാലി മാലിക്കിന്റെ ആഗ്രഹം എല്ലാവരോടും പറയുകയാണ്. അത് കേൾക്കുന്ന പീയൂഷിന്റെ അച്ഛൻ, നിക്കിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, രക്ഷോത്തിയുടെ അടുത്ത് നിന്ന് എല്ല് എടുക്കാൻ പോകുന്നത് മരണത്തിനെ സ്വയം വിളിച്ചു വരുത്തുന്നത് പോലെയാണ് എന്ന് പീയൂഷിന്റെ അച്ഛൻ പറയുന്നത് കേൾക്കുന്ന കബാലി, നിക്കി മരിക്കാൻ വേണ്ടിയാണ് രക്ഷോത്തിയുടെ അടുത്ത് വിടുന്നതെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അവരോട് നിക്കി മാലിക്കിനെ എതിർത്തതിനുള്ള പണിഷ്മെന്റ് ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് കബാലി അവിടെ നിന്ന് പോകുന്നു. അത് കേട്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ചെകുത്താന് ഫുഡ് കൊടുക്കാൻ രചന ഇല്ലല്ലോ എന്ന ടെൻഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. സുമിത്ര നിക്കിയോട് ചെകുത്താൻ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം പറയാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. റൂമിൽ നിൽക്കുന്ന നിക്കിയുടെ അടുത്ത് പോകുന്ന സുമിത്ര നിക്കിയോട് കബാലി പറഞ്ഞ കാര്യം പറയുമ്പോൾ നിക്കി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന സുമിത്ര അന്തം വിട്ട് നിൽക്കുകയാണ്. മറുവശത്ത് ഒരു പഴയ വീട്ടിന്റെ അകത്ത് കട്ടിലിൽ കിടക്കുന്ന രചനയെ കാണിക്കുകയാണ്. രചനയുടെ അടുത്ത് വരുന്ന സൗദാമിനി അടുത്ത് നിൽക്കുന്ന ആളിനോട് രചനയെ നോക്കിയിട്ട് ഇവൾ വഴി നമ്മൾ മാലിക്കിന്റെ അടുത്ത് എത്തും എന്ന് പറയുകയാണ്. ഈ സമയം പീയൂഷിന്റെ അച്ഛൻ എല്ലാവരോടും അടുത്തുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അമ്പലങ്ങളിലും പൂജാരികളോടും അന്വേഷിച്ച് ചതയ നാളിലുള്ള പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പീയൂഷ് മാത്രം പോകാതെ അവിടെ നിൽക്കുകയാണ്. പീയൂഷ് അച്ഛനോട് നിക്കിയെ നമ്മൾ ആപത്തിലേക്കല്ലേ പറഞ്ഞു വിടുന്നതെന്ന് പറയുമ്പോൾ വയലന്റ് ആവുകയാണ് അച്ഛൻ. എന്നിട്ട് മാലിക്കിന് ചെകുത്താൻ ഫുഡ് ഉണ്ടാക്കാൻ രക്ഷോത്തിയുടെ അടുത്തുള്ള രാക്ഷസന്റെ എല്ല് നിക്കി കൊണ്ടുവന്നേ പറ്റൂ എന്ന് ദേഷ്യത്തോടെ പറയുന്നത് കേൾക്കുന്ന പീയൂഷ് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം രക്ഷോത്തിയുടെ ഗുഹയിലേക്ക് പോകുന്നതിന് മുമ്പ് സുമിത്ര നിക്കിയോട് വർഷങ്ങൾക്ക് മുമ്പ് മാലിക് രക്ഷോത്തിക്ക് ഒരിക്കലും മരിക്കില്ല എന്ന ശാപം കൊടുത്ത് ഈ ഗുഹയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. അന്ന് മുതൽ രക്ഷോത്തിക്ക് മാലിക്കിനോട് തീർത്താൽ തീരാത്ത വെറുപ്പാണ് ഉള്ളത്, അതുകൊണ്ട് രാക്ഷസന്റെ എല്ലെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ അപകടം പിടിച്ചതാണ്, സൂക്ഷിക്കണം എന്ന് സുമിത്ര പറയുന്നത് കേട്ട് നിക്കി അകത്തേക്ക് പോവുകയാണ്. പേടിച്ചാണ് നിക്കി അകത്തേക്ക് പോകുന്നത്. അകത്ത് പോകുമ്പോൾ കുറച്ച് എല്ലുകൾ കിടക്കുന്നത് കണ്ട് ഇതിൽ ഏത് എല്ലായിരിക്കും എന്ന് കൺഫ്യൂഷനിൽ നിക്കി നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് കുറെ വേരുകൾ വന്ന് നിക്കിയെ കെട്ടിയിടുകയാണ്. നിക്കി കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. അപ്പോൾ അവിടേക്ക് രക്ഷോത്തി വരികയാണ്. രക്ഷോത്തി അടുത്ത് വരുന്നത് കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ് നിക്കി. മറുവശത്ത് കണ്ണു തുറക്കുന്ന രചന ഇവിടെ ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. ഇതേ സമയം പ്രതീക്ഷ കുറച്ച് ഗ്രാമത്തിലുള്ളവരെ കാണാൻ വരികയാണ്. അതിലുള്ള ഒരു വയസ്സായ ആൾ രാത്രിയിൽ കാട്ടിന്റെ അകത്ത് രണ്ട് പെൺകുട്ടികളെ കണ്ടു എന്നും അവർ എങ്ങോട്ടാണ് പോയത് എന്നും അയാൾ പ്രതീഷിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രതീക്ഷ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സൗദാമിനി ഒരാളോട് സംസാരിക്കുന്നത് രചന കേൾക്കുകയാണ്. രചന വഴി രാജ് പാലസിൽ കയറണം, അത് കഴിഞ്ഞ് മാലിക്കിന്റെ അടുത്ത് പോകണം എന്ന് പറയുന്നത് കേട്ട് രചന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സൗദാമിനി രചനയെ കാണുകയാണ്. പേടിച്ചു നിൽക്കുന്ന രചനയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് സൗദാമിനി. ഓടാൻ ശ്രമിക്കുന്ന രചനയെ പിടികൂടുന്ന സൗദാമിനി വീട്ടിന്റെ അകത്ത് ആരോ വന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ രചനയുടെ വാപ്പൊത്തി പിടിച്ച് രചനയെ അവിടെ ഒളിപ്പിക്കുകയാണ് സൗദാമിനി. എല്ലായിടത്തും നോക്കിയിട്ടും അവിടെ ആരും ഇല്ലെന്ന് അറിയുന്ന പ്രതീക്ഷ അവിടെ നിന്ന് പോവുകയാണ്. ബോധം പോയ രചനയെ സൗദാമിനി കട്ടിലിൽ കിടത്തുകയാണ്. മറുവശത്ത് പഴയ പാലസിൽ വരുന്ന കബാലിയോട് മാലിക് നിക്കി ചെകുത്താൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ രക്ഷോത്തിയുടെ അടുത്ത് നിക്കി പോയിട്ടുണ്ട് എന്ന് കബാലി പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന മാലിക്കിന്റെ രൂപം വലുതാവുകയാണ്. അത് കണ്ട് പേടിക്കുകയാണ് കബാലി. നിക്കിയെ എന്തിനാണ് രക്ഷോത്തിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്, രക്ഷോത്തി എന്റെ ശത്രുവാണ്, നീ എനിക്കെതിരായി എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണോ കബാലിക എന്ന് മാലിക് ചോദിക്കുമ്പോൾ എന്നെ മാലിക്കിന് സംശയമാണോ, ഞാൻ ഒരിക്കലും മാലിക്കിന് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന മാലിക് കബാലിയോട് രക്ഷോത്തിയുടെ അടുത്ത് നിന്ന് നിക്കിയെ രക്ഷപ്പെടുത്താൻ പറയുകയാണ്. അത് കേൾക്കുന്ന കബാലി എനിക്ക് നിക്കിയെ കൊല്ലാൻ കഴിയില്ല, പക്ഷേ മാലിക്കിന്റെ ശത്രു എന്നെ നിക്കിയെ കൊല്ലാൻ കഴിയുമെന്ന് മനസ്സിൽ പറയുകയാണ് കബാലി. ഈ സമയം കണ്ണടിച്ച് നിൽക്കുന്ന നിക്കിയുടെ അടുത്ത് വരുന്ന രക്ഷോത്തിയുടെ കയ്യിലിരിക്കുന്ന കണ്ണ് നോക്കാൻ വേണ്ടി നിക്കിയോട് പറയുകയാണ്. വീണ്ടും കണ്ണ് തുറന്ന് നോക്കാൻ നിക്കിയെ നിർബന്ധിക്കുകയാണ് രക്ഷോത്തി. അപ്പോൾ അവിടേക്ക് കബാലി വരികയാണ്. കബാലി ഇതെല്ലാം മാറി നിന്ന് കാണുകയാണ്. ഇതേ സമയം പീയൂഷ് ആ ഗുഹയിൽ വരികയാണ്. പീയൂഷിനെയും രക്ഷോത്തി വേരുകൾ കൊണ്ട് കെട്ടിയിടുകയാണ്. പീയൂഷിനെ കാണുന്ന നിക്കി പീയൂഷിനോട് ഫോളോ ചെയ്ത് വന്നതിന് വഴക്ക് പറയുകയാണ്. രണ്ടുപേരും അങ്ങനെ വഴക്ക് കൂടുന്നത് കാണുന്ന രക്ഷോത്തി മിണ്ടാതിരിക്കാൻ പറയുകയാണ്. എന്നിട്ട് രക്ഷോത്തി പീയൂഷിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് കാണുന്ന നിക്കി വേരിന്റെ ഇടയിൽ നിന്ന് ഒരു കൈ പതുക്കെ എടുക്കുകയാണ്. എന്നിട്ട് രക്ഷോത്തിയുടെ കയ്യിലുള്ള കണ്ണ് നിക്കി പിടിച്ചു വാങ്ങുകയാണ്. കണ്ണ് കയ്യിൽ നിന്ന് പോകുന്ന രക്ഷോത്തി എന്റെ കണ്ണ് തിരിച്ചു താ എന്ന് പറഞ്ഞ് കരയുകയാണ്. അത് കാണുന്ന നിക്കി പീയൂഷിനെ വെറുതെ വിട്ടാൽ കണ്ണ് തരാമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രക്ഷോത്തി ആലോചിച്ച ശേഷം പീയൂഷിനെ വെറുതെ വിടുന്നു. എന്നിട്ട് നിക്കിയെ രക്ഷോത്തി വെറുതെ വിടുന്നു. നിക്കി പീയൂഷിന്റെ അടുത്ത് പോകുമ്പോൾ നിക്കിയോട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് പറഞ്ഞ് പീയൂഷ് നിക്കിയെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ രക്ഷോത്തി ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും
പാലിച്ചു. ഇനി നീ പറഞ്ഞതുപോലെ എന്റെ കണ്ണ് തന്നിട്ട് പോ എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി രശ്വതി കരയുന്നത് കാണുമ്പോൾ നിക്കിക്ക് വിഷമം തോന്നുകയാണ്. അപ്പോൾ നിക്കി രശ്വതിയുടെ അടുത്ത് പോയി രശ്വതിയുടെ കയ്യിൽ കണ്ണ് വെച്ച് കൊടുക്കുകയാണ് നിക്കി. കണ്ണ് കയ്യിൽ കിട്ടിയതും അട്ടഹസിച്ച് ചിരിക്കുകയാണ് രശ്വതി. അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് നിക്കി. രശ്വതിയുടെ കയ്യിൽ നിന്ന് രാക്ഷസന്റെ എല്ല് നിക്കിക്ക് കിട്ടുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്